മൗദൂദികളുടെ സൈദ്ധാന്തികനാണ്. അവരുടെ ചാനൽ MD-യുമാണ്. അപ്പോൾ കയ്യിലിരിപ്പിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. സ്വാതന്ത്ര്യസമര സേനാനിയും ധീരദേശാഭിമാനിയുമായ ഭഗത് സിംഗിനെ ഈ വിദ്വാൻ സ്വന്തം പക്ഷക്കാരായ മതരാഷ്ട്രവാദികളും മത തീവ്രവാദികളുമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. ഈ താരതമ്യത്തിൽ കടുത്ത പ്രതിഷേധമുയർന്നിട്ട് ദിവസങ്ങളായെങ്കിലും ടിയാൻ പ്രസ്താവന പിൻവലിക്കാനോ മാപ്പ് പറയാനോ ഇനിയും തയ്യാറായിട്ടില്ലെന്നത് അത്യന്തം ഗൗരവതരമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കിരാത ഭരണകാലത്ത് ജനവിരുദ്ധമായ നിയമം പാസ്സാക്കുന്നതിനെതിരെയാണ് ഭഗത് സിംഗ് അസംബ്ലിയുടെ നടുത്തളത്തിലേക്ക് കൈബോംബ് എറിഞ്ഞത്. എന്തുകൊണ്ടാണ് തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിശദമാക്കുന്ന ലഘുലേഖകളും വിതരണം ചെയ്ത് നേരിട്ട് പിടികൊടുക്കുകയായിരുന്നു ഭഗത് സിംഗ്. അതിനെയാണ് അതീവ നിന്ദയോടെ ഈ മതരാഷ്ട്രവാദി തങ്ങളുടെ പ്രവർത്തനവുമായി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഭഗത് സിംഗ് അന്ന് ചെയ്ത പ്രവർത്തനം പോലെയാണ് തങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്നാണ്. അതായത് ഇന്ത്യയെ തങ്ങൾ ആഗ്രഹിക്കുന്ന വിധം മതരാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നതെന്ന്. ഇന്ത്യ മതരാഷ്ട്രമായാൽ ഞങ്ങളും സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന വിവക്ഷയാണത്. തങ്ങൾ ചെയ്യുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടവുമെന്ന്. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറുമായി എന്ത് വ്യത്യാസമാണ് ഈ കൂട്ടർക്കുള്ളത്? ഭഗത് സിംഗിനെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അപഹസിക്കുന്ന RSSന്റെ മറുപതിപ്പാണ് ഈ കൂട്ടർ. ധീരവിപ്ലവകാരികളും രക്തസാക്ഷികളുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ മതരാഷ്ട്രമുണ്ടാക്കാനായുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരല്ല. അവർ ഈ നാടിൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്കായി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് സന്ധിയില്ലാതെ പോരാടിയ ധീരന്മാരാണ്. ഭഗത് സിംഗ് 1947 ഓഗസ്റ്റ് 15 ശേഷമാണ് ധീരദേശാഭിമാനിയായത് എന്നാണ് ഈ തീവ്രവാദിയുടെ വ്യാഖ്യാനം. അത് ചരിത്രത്തോടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടുമുള്ള കൊഞ്ഞനം കുത്തലാണ്. ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെടുന്ന സമയത്ത് തന്നെ ഭഗത് സിംഗിനും സഖാക്കൾക്കും വേണ്ടി രാജ്യം മുഴുവൻ ഈങ്കുലാബ് മുഴങ്ങിയിട്ടുണ്ട്. ഭഗത് സിംഗ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി പോരാടാനായി ഊർജം നൽകുകയാണ് ചെയ്തത്. മറിച്ച് മതരാഷ്ട്രം നിർമ്മിക്കാനായി ബോംബ് നിർമ്മാണം നടത്തി ചാവേറുകളെ സൃഷ്ടിക്കുകയായിരുന്നില്ല. വെള്ളക്കാരായ ബ്രിട്ടീഷുകാരിൽ നിന്ന് കറുത്തവരായ ഇന്ത്യക്കാരിലേക്ക് അധികാരം കൈമാറി കിട്ടിയിട്ട് മുസൽമാൻ എന്ത് കാര്യമെന്ന് ചോദിച്ച മൗദൂദിയുടെ ശിഷ്യന്മാർക്ക് സ്വാതന്ത്ര്യ സമരകാലത്തെ വിപ്ലവ പോരാട്ടങ്ങളെക്കുറിച്ച് പുച്ഛം തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അഫ്ഗാനിസ്ഥാനിലുണ്ടായ സ്ഫോടനത്തിൽ താലിബാൻ മന്ത്രി ഖലീൽ റഹ്മാൻ ഹഖാനി താലിബാന്റെ പ്രധാനപ്പെട്ട തീവ്രവാദ ആക്രമണങ്ങളുടെയും ആസൂത്രകൻ. തീവ്രവാദികൾ അധികാരം പിടിച്ചെടുത്തപ്പോൾ മന്ത്രിയായ ഈ ഹഖാനിയും മൗദൂദി പണ്ഡിതന്റെ ഭാഷയിൽ ധീരവിപ്ലവകാരിയാകും. അബു മുഹമ്മദ് ജൊലാനി എന്ന അൽ-ഖ്വയ്ദ കമാൻഡറായിരുന്ന ഭീകരവാദിയാണ് ഇപ്പോൾ സിറിയയുടെ ഭരണം നയിക്കുന്നയാൾ. ലോകത്തെ തന്നെ എണ്ണം പറഞ്ഞ ഭീകരവാദികളിൽ ഒരാളായ ജൊലാനിയും കലണ്ടറിലെ ഒരു ദിവസം മാറിയപ്പോൾ മൗദൂദികൾക്ക് സ്വാതന്ത്ര്യ പോരാളിയാകും. അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും തീവ്രവാദികൾ ഭരണം പിടിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളായ പോലെ ഇന്ത്യയിലും അത് സാധ്യമാകുമെന്ന ഭീഷണി കൂടിയുണ്ട് ഈ പ്രതികരണത്തിൽ. മതരാഷ്ട്രം മാത്രമാണ് ശാശ്വത സത്യമെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ മൗദൂദിസ്റ്റുകളെ കരുതിയിരിക്കണം. പരസ്പരപൂരക ശക്തികളായ RSSനോട് ചേർന്ന് നിൽക്കാനും മടിയില്ലാത്ത ഇവരും രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്.